ഹലോ, നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് സ്റ്റിച്ചും സിംഗിൾ ക്രോഷേ ഡിക്രീസ് സ്റ്റിച്ചുമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഫുൾ സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് ഒന്ന് തിരിച്ചെടുക്കാം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഹൂക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ ഗ്രാബ് ചെയ്തെടുത്തിട്ട് യാൺ ഓവർ ചെയ്യാം. ഇതാണ് സിംഗിൾ ക്രോഷേ. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഇൻക്രീസ് നോക്കാം. സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എങ്ങനെയാണ് നോക്കാം. സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ ചെയ്യുന്നതിനെയാണ് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് സ്റ്റിച്ചസിൻ്റെ കൗണ്ട്സ് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മീൻസ് ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മൾ സാധാരണ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷേ. അതിന് പകരം ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ, അങ്ങനെ കൗണ്ട്സ് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് ഈ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുന്നത് നോക്കാം. നെക്സ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു നമ്മൾ ബാക്ക് നിന്ന് ഇടുന്ന ആ ഒരു ഇത് തന്നെയാണ്, ഈ 2 സ്ട്രിങ്ങിൻ്റെ ഇടയിലൂടെ തന്നെയാണ് ഇടുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൂടെ ഹൂക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 സെയിം സ്റ്റിച്ചിൽ തന്നെ അടുത്ത സിംഗിൾ ക്രോഷേ ചെയ്യാം. 2 ഇതാണ് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്നുകൂടെ നോക്കാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 2 ഓക്കെ, ഇതാണ് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്തു. ടോട്ടൽ ഇപ്പോൾ 4 സിംഗിൾ ക്രോഷേ, 2 സ്റ്റിച്ചസിലും കൂടിയിട്ട് 4 സിംഗിൾ ക്രോഷേ. ഇതിനെയാണ് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഈ സിംഗിൾ ക്രോഷേ ഡിക്രീസ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഡിക്രീസ് എന്ന് പറയുമ്പോൾ 2 സ്റ്റിച്ചസിനെയും കൂടിയിട്ട് ഒരു സ്റ്റിച്ചാക്കുക. അതിനെയാണ് സിംഗിൾ ക്രോഷേ ഡിക്രീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് ഹൂക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ ഗ്രാബ് ചെയ്തെടുക്കുക. യാൺ ഓവർ ചെയ്യരുത്. പകരം നെക്സ്റ്റ് സ്റ്റിച്ചിലും ഹൂക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ ഗ്രാബ് ചെയ്തെടുത്തിട്ട് 3 ലൂപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഹൂക്കിന് മുകളിൽ 1 2 3 3 ലൂപ്പ് ഉണ്ടാവും. 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹൂക്കിനെ കൊണ്ട് യാൺ ഓവർ ചെയ്യാം. ഇതാണ് സിംഗിൾ ക്രോഷേ ഡിക്രീസ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹൂക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ വലിച്ചെടുക്കുക. ഇപ്പോൾ 2 ലൂപ്പായി. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലും അടുത്ത സ്റ്റിച്ചിലും ഹൂക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ വലിച്ചെടുക്കുക. ഇപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹൂക്കിനെ എടുത്ത് യാൺ ഓവർ ചെയ്യാം. ഇതാണ് സിംഗിൾ ക്രോഷേ ഡിക്രീസ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതായത് 2 സ്റ്റിച്ചിനെയും ഒരു സ്റ്റിച്ചാക്കിയിട്ട് സ്റ്റിച്ചസിൻ്റെ കൗണ്ട്സ് കുറച്ച് വരിക. അതായത് നമ്മൾക്ക് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ അത് ഓരോ വർക്ക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും. 2 സ്റ്റിച്ചിന് കുറച്ച് ഇതാക്കുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഇൻക്രീസ് ചെയ്തു, അത് സ്റ്റിച്ചസ് കൗണ്ട്സ് കൂട്ടി വരിക ചെയ്തത്. ഇവിടെ രണ്ടും നമ്മൾ ഡിക്രീസ് ചെയ്തു, അത് സ്റ്റിച്ചസിൻ്റെ കൗണ്ട്സ് കുറച്ച് വന്നു. നമുക്ക് 4 സ്റ്റിച്ച് എന്നുള്ളത് നമ്മളിപ്പോൾ 2 സ്റ്റിച്ച് എന്നുള്ളത് നമ്മൾ ഒരു സ്റ്റിച്ചാക്കി, 4 സ്റ്റിച്ച് എന്നുള്ളത് നമ്മൾ 2 സ്റ്റിച്ചാക്കി, അങ്ങനെ കൗണ്ട് കുറച്ച് വരിക. അതിനെയാണ് സിംഗിൾ ക്രോഷേ ഡിക്രീസ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഒരു ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. ഡിക്രീസ് എന്ന് പറയുമ്പോൾ 2 സ്റ്റിച്ചിലും അവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക അടുത്ത സ്റ്റിച്ചിൽ, എന്നിട്ട് യാണിനെ വലിച്ചെടുക്കുക. ഇപ്പോൾ 2 ലൂപ്പ് ഉണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലും ഇതുപോലെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് യാണിനെ വലിച്ചെടുത്തിട്ട് ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. ഇതാണ് സിംഗിൾ ക്രോഷേ ഡിക്രീസ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ.